ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഓണം എക്സാം ആണല്ലേ. ക്ലാസ് 5 ബേസിക് സയൻസിൽ ഏതെല്ലാം ചാപ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഉള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ 5th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിൽ ഓണം എക്സാമിന് ആദ്യത്തെ 3 ചാപ്റ്ററാണുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ ചെയിൻ ഓഫ് ലൈഫ്, സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള അവേ ഫ്രം ഡിസീസ്, തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള വാട്ടർ ആൻഡ് ലൈഫ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം, ദ ചെയിൻ ഓഫ് ലൈഫ് അല്ലേ. ഈ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടാണ്. ഇന്ന് നമ്മൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഭാഗത്തുനിന്ന് വരാമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മളിപ്പോൾ കുറേ ക്രീച്ചേഴ്സ്, അതേപോലെ അവ കഴിക്കുന്ന ഫുഡ്, അതേപോലെ ഫുഡ് വെബ്, ഇതൊക്കെയാണ് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഫുഡ് വെബ് എഴുതാൻ നിങ്ങൾ പഠിക്കണം. ഫുഡ് വെബ് എഴുതാനായിട്ട് ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കാം. അതേപോലെ ഏതൊക്കെ ക്രീച്ചേഴ്സിനെയാണ് കഴിക്കുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പോൾ ഫുഡ് വെബ് കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെ ഫുഡാണ് അവർ കഴിക്കുന്നതെന്ന് ഉള്ള രീതിയിലുള്ള പറഞ്ഞു. ഇതുപോലെ ലിങ്ക്ഡ് ചെയ്തിട്ട് എഴുതാൻ അറിയണം. അപ്പോൾ പ്ലാന്റ് ഈറ്റിംഗ് ആരാണ്? ഡിയർ, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ ആണ്. അപ്പോൾ ഡിയറിനെ ആരാണ് കഴിക്കുകയെന്ന്, അതേപോലെ റാബിറ്റിന് ആരാണ് കഴിക്കുക, ഗ്രാസ് ഹോപ്പറിന് ആരാ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡ് വെബ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ്. പിന്നെ ഇതുപോലെ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഒരുപാട് ക്രീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും കുറേ ക്രീച്ചേഴ്സ് കൊടുക്കും. ആ ഫുഡ് വെബിൽ ഏതെങ്കിലും ഒരു ക്രീച്ചർ ഉണ്ടാവാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ എക്കോസിസ്റ്റത്തിന് അതെങ്ങനെ ബാധിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അതെടുത്ത് ചോദിച്ചത് സ്നേക്ക് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ ബാധിക്കും. അപ്പോൾ സ്നേക്ക് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ സ്നേക്ക് തിന്നുന്നതായിട്ടുള്ള ക്രീച്ചേഴ്സിൻ്റെ എണ്ണം കൂടും. സ്നേക്കിനെ തിന്നുന്നതായിട്ടുള്ള ഈഗിൾസിനൊക്കെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പോൾ അവരുടെ ഫുഡ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ എക്കോസിസ്റ്റത്തിനെ ബാധിക്കും. അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്രീച്ചേഴ്സ് ആയിരിക്കാം അടുത്തത് ചോദിക്കുക. അതേപോലെ ഫുഡ് വെബിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഗ്രാസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ആണ് കേട്ടോ പറയാം. പിന്നെ സീയിലുള്ള ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ അതുപോലെ അത് കഴിക്കുന്ന ഫുഡ് ഏതാണ്. ഇപ്പോൾ ഷാർക്ക്, സാർഡൈൻ, സീ ടേർട്ടിൽ, സ്മോൾ ഫിഷസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവ കഴിക്കുന്ന ഫുഡ് ഏതാണെന്നും കൂടി നമ്മൾ പറയണം. ഓക്കെ, പിന്നെ നമ്മളോട് ഇപ്പോൾ ഫിഷ് എടുത്തു കഴിഞ്ഞാൽ ഫിഷിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുക. ഓക്കെ, പിന്നെ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും, പോൺസിലുള്ള ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ഏതാണെന്നുള്ള ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഹാബിറ്റേറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഹാബിറ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ഹാബിറ്റേറ്റിൻ്റെ ഭാഗം ഏതൊക്കെയാണ് ഹാബിറ്റേറ്റ് ആയിട്ട് വരുന്നതെന്നുള്ളത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ ഫുഡ് കാർഡ് എഴുതാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ക്രീച്ചേഴ്സ് ഉണ്ട്, ഏതിനെങ്കിലും ഒന്നിൻ്റെ ഫുഡ് കാർഡ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സാമ്പിളായിട്ട് ഫിഷിൻ്റെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ക്രോ കൊടുത്തിട്ടുണ്ട്, ഗോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനാണ്, ഏതെങ്കിലും ഒരു ഹാബിറ്റേറ്റ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഏത് ഓർഗാനിസമാണ് കൂടുക, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു എടുത്ത് പറയും. ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ സ്നേക്ക് ആയിരുന്നു. അപ്പോൾ ഇത് ഇപ്രാവശ്യം ഏതാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇതുപോലെ നോക്കിയിട്ട് ഫുഡ് റിലേഷൻഷിപ്പ് എഴുതുക. ഏതൊക്കെ ഇപ്പോൾ ഗ്രാസ് ഹോപ്പറിനെ തിന്നുന്നു, ഗ്രാസ് ഹോപ്പറിനെ ഹെന്ന് തിന്നുന്നു, പിന്നെ അതിനെ ഫോക്സ് തിന്നുന്നു, പിന്നെ അതിനെ വൾച്ചർ തിന്നുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലിങ്കും ലാസ്റ്റ് ലിങ്കും ഏതാണെന്ന് ഇതിൽ നോക്കിയിട്ട് ഫസ്റ്റ് ലിങ്ക് ഏതാ, ഗ്രാസാണ് വരുന്നത്. ലാസ്റ്റ് ലിങ്ക് കുറേ ഫുഡ് ചെയിൻസ് നമ്മൾ എഴുതാൻ പഠിക്കുക. ഒരെണ്ണം മാത്രമല്ല 2-3 എണ്ണം എല്ലാം എഴുതാൻ പഠിച്ചിട്ട് അതിലേതാ ഫസ്റ്റ് ലിങ്ക് ആയിട്ട് വരുന്നത് ഏതായിരിക്കും, ഗ്രാസിനെ ആയിരിക്കും വരിക. ലാസ്റ്റ് ലിങ്ക് ഏതാ, ഇപ്പോൾ കൊടുത്തിട്ടുള്ളതിൽ നമ്മൾക്ക് ഇപ്പോൾ തന്നെ ഒരു പിക്ചർ കൊടുത്തതിൽ നമുക്കറിയാം ഫസ്റ്റ് വൺ ഗ്രാസ് ആണ് വരുന്നത്, ലാസ്റ്റ് വൺ വൾച്ചർ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു പ്ലാന്റിന് വളരാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ, കമ്പോണൻസ് ഏത്. അത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. കാർബൺ ഡയോക്സൈഡ്, സൺലൈറ്റ്, ഓക്സിജൻ, വാട്ടർ എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഓക്കെ, ഓക്സിജൻ അല്ല വാട്ടർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ ഈ ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാംഗോ ട്രീയുടെ
ഈ ഒരു ലീഫിൻ്റെ പിക്ചർ കൊടുത്തിട്ട് ഏതാണ് അതിന് സിമിലറായിട്ട് വളരുന്ന ലീഫുള്ള ചെടി എന്നാണ്, അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഈ ലീഫ് പാറ്റേണും അതിന് സിമിലറായിട്ട് വരുന്ന ലീഫ് ഏതാണെന്ന് പഠിച്ചിട്ട് പോവുക. കാരണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും, മനസ്സിലായ? അപ്പോൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ലീഫ് തരും, എന്നിട്ട് ആ ലീഫിൻ്റെ പോലെ തന്നെയുള്ള വേറെ ഏതെങ്കിലും പ്ലാന്റിൻ്റെ ലീഫ്, അപ്പോൾ ആ പ്ലാന്റിൻ്റെ പേര് മെൻഷൻ ചെയ്യാൻ പറയും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലീഫ് ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ട് എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാംഗോ ട്രീയുടെ ലീഫ് അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് സൺലൈറ്റ് എല്ലാ ഭാഗത്തും കിട്ടും. അതേപോലെ ഒരു ഇലയുടെ മേലെ ഒരു ഇല ടച്ച് ചെയ്യുന്നില്ല, നിങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ള പിക്ചർ കാണുമ്പോൾ കാണാം. അപ്പോൾ ഓവർലാപ്പിംഗ് ഇല്ല, അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം. കണ്ടോ, മാംഗോ ട്രീ സിമിലർ ടു ഹിബിസ്കസിന് സിമിലർ ആയിട്ടുള്ളത് മാംഗോ ട്രീ ആണ് കേട്ടോ. പിന്നെ തെച്ചി ഏതിനാണ് സിമിലർ? തുളസിക്കാണ് സിമിലർ. അരളിയുടെ ഇല ഏഴിലമ്പാലയുടെ ഇലയ്ക്ക് സിമിലറാണ്. അപ്പോൾ ടെക്സ്റ്റിൽ തന്നെ അതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കാത്ത ഏതെങ്കിലും ഇപ്രാവശ്യം ചോദിക്കാം ഒരേപോലത്തെ. ഓക്കെ, പിന്നെ നമ്മൾ കളറാണ് പഠിക്കേണ്ടത്. ഏതാണ് അതിൻ്റെ കളറ്, ബ്ലോട്ടിംഗ് പേപ്പറിൽ ഏത് കളറ് കാണുന്നു എന്നുള്ള ഒരു എക്സ്പീരിമെൻറ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ പിഗ്മെൻറ്റ്സിനെ പറ്റി നോക്കാം. റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെൻറ്റ് ഏതാണ്? ഓറഞ്ച് കളർ, നമുക്ക് വേണമെങ്കിൽ ഡാഷ് ഇട്ടിട്ട് ചോദിക്കാം കേട്ടോ. ഓറഞ്ച് കളർ കൊടുക്കുന്ന പിഗ്മെൻറ്റ് ഏതാണ്? യെല്ലോ കളർ കൊടുക്കുന്ന പിഗ്മെൻറ്റ് ഏതാണെന്ന് നമുക്ക് ചോദിക്കാം. പിന്നെ പ്ലാന്റ്സിൽ നടക്കുന്ന ഗ്യാസസ് എക്സ്ചേഞ്ചിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് ഇതിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നല്ല രീതിക്ക് തന്നെ പഠിച്ചിട്ട് പോകണം. ആ ഒരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെ റിലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലാന്റിൻ്റെ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ, നമ്മൾ ഈ ഫോട്ടോസിന്തസിസ് പ്രോസസ്സിൻ്റെ ടൈമിൽ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള അതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. മാംഗോ ട്രീയിൽ ലൊറാന്തസ് വളർന്നു എന്ന് വിചാരിക്കുക, എന്തെല്ലാം ആപത്താണ് മാംഗോ ട്രീക്ക് ഉണ്ടാവാന്ന്. അതിൻ്റെ പോയിന്റ്സ് ഒക്കെ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കറക്റ്റായിട്ട് ആൻസേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ലൊറാന്തസ് വളരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ മാംഗോ ട്രീയുടെ ന്യൂട്രിയൻസ് എല്ലാം അത് വലിച്ചെടുക്കും. അത് മാംഗോ ട്രീയുടെ വളർച്ചേനെ നല്ല എൻറ്റയർലി ബാധിക്കും അല്ലേ. ഓക്കെ, 2 ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ എപ്പിഫൈറ്റ്സിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് പഠിക്കുക. എപ്പിഫൈറ്റ്സ് എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണ്. പാരാസൈറ്റ്സ്, ടോട്ടൽ പാരാസൈറ്റ്സ്, സെമി പാരാസൈറ്റ്സ്, ഈ ഒരു ഭാഗം നമ്മൾക്ക് ഉള്ളതാണ്. അപ്പോൾ പാരാസൈറ്റ്സിനെ പറ്റിയിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഒരു പ്ലാന്റ് തന്നിട്ട്. അപ്പോൾ അത് ഏത് കാറ്റഗറിയിൽ വരും എന്ന് ചോദിച്ചപ്പോൾ അത് പാരാസൈറ്റ് കാറ്റഗറിയിൽ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഫുഡ് വെബ്സ് പഠിക്കുക. അതേപോലെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ, അതായത് ഈ ലൊറാന്തസ് മാംഗോ ട്രീയിൽ വളർന്നാൽ അതേപോലെ ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഏതെങ്കിലും ഒരു ജീവി നമ്മുടെ ഫുഡ് വെബിൽ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എക്കോസിസ്റ്റത്തിനെ എങ്ങനെ ഇത് ബാധിക്കും എന്നുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഫോട്ടോസിന്തസിസ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്ത് നിന്ന് കേട്ടോ. സെക്കൻഡ് വൺ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ചോദിക്കുന്ന ആക്ടിവിറ്റീസിൽ സെക്കൻഡ് ചാപ്റ്റർ വന്നിട്ട് അവേ ഫ്രം ഡിസീസസ് ആണ്. അപ്പോൾ ഡിസീസിനെ പറ്റി അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു എക്സാമ്പിളാണ് 2 കോളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം തരുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ എഴുതാൻ വേണം. ഇതിൻ്റെ ഹെഡിങ് നമ്മൾ ഫില്ല് ചെയ്യണം. ശ്രദ്ധിക്കുക, ഹെഡിങ് നമ്മൾ എക്സാമ്പിൾ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ ഹെഡിങ് നമ്മൾ തന്നെ ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാ ഹെഡിങ്ങും അതിൻ്റെ എക്സാമ്പിളും പഠിച്ചിട്ട് വേണം പോകാൻ. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പാത്തോജൻസിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ ഡിസീസ് സ്പ്രെഡ് ചെയ്യണത് എങ്ങനെയൊക്കെയാണ്, ഓരോ ഡിസീസ് സ്പ്രെഡ് ചെയ്യണത് വെക്ടേഴ്സ് വഴി ഏതൊക്കെയാണ്, അതുപോലെ വെക്ടേഴ്സ് അല്ലാണ്ട് ഈ ഒരു ബോക്സ് കേട്ടോ, ഈ ഒരു ബോക്സ് ക്ലാസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ഹ്യൂമൻസ്, ആ ഒരു ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. ഹ്യൂമൻസ് ലെപ്രോസി പകരുന്നത് ഹ്യൂമൻസ് വഴിയാണ് അല്ലേ. അതേപോലെ തന്നെ അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് കറക്റ്റ് വൺ ഏത് എഴുതാനാവും പറയാം, മനസ്സിലായ? അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ ബോക്സ് ആയിട്ടാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുന്നത്, കുറേ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അത് എഴുതി തരും. എന്നിട്ട് ചോദിക്കും ഇതിലേതാണ് കറക്റ്റ് എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെപ്രോസിയുടെ അസുഖം ഹ്യൂമൻസ് വഴി പകരുക എന്നൊരു ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫുൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഇതുപോലെ തന്നെയല്ല ചോദിക്കുന്നത്, അത് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. അതുപോലെ വോം ഡിസീസ്, അതുപോലെ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ത്രൂ എയറിൽ കൂടെ ട്യൂബർകുലോസിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഫുഡിൽ കൂടെ ടൈഫോയിഡാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. അത് ഒരിക്കലും ഇങ്ങനെയല്ല, കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ട് അതിൽ കറക്റ്റ് വൺ ഏതാണെന്ന് എഴുതാനാണ് കഴിഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. അത് ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, വെക്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെക്റ്റേഴ്സ് എങ്ങനെയാണ് മുട്ടയിട്ട് അതിങ്ങനെ പരക്കുന്നതെന്നാണ് ചോദിച്ചത്. കാരണം അതിങ്ങനെയാണ് ചോദിക്കുന്നത്, കൊതുക് മുട്ടയിടുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അങ്ങനെയാണെങ്കിൽ വെക്റ്റേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഹൗസ് ഫ്ലൈയുടെ റാറ്റിൻ്റെയും എക്സാമ്പിളാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്തപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, എങ്ങനെയാണ് സറൗണ്ടിങ്സ് എല്ലാം മലിനപ്പെടുന്നത് എന്നുള്ള രീതിയിൽ, പൊല്യൂട്ടഡ് ആവുന്നത് എന്നുള്ള രീതിയിൽ കണ്ടീഷൻസ് നോട്ട് ചെയ്യുക. പിന്നെ ഈ ബോക്സിലുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഹൗസ് ഫ്ലൈയും റാറ്റും ആൻസറായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മോസ്കിറ്റോയുടെ കണ്ടീഷൻ തന്നു, മോസ്കിറ്റോ ഇങ്ങനെയാണ് മുട്ടയിടുന്നത്, അങ്ങനെയാണെങ്കിൽ വേറെ വെക്റ്റേഴ്സ് ആയിട്ട് എങ്ങനെയാണ് മുട്ടയിടുന്നതെന്ന് ചോദിച്ചത്. അപ്പോൾ വെക്റ്റേഴ്സ് ആയിട്ടുള്ള ഹൗസ് ഫ്ലൈയും റാറ്റും വെച്ചിട്ട് നിങ്ങൾ ആൻസർ എഴുതണം, എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് കമൻ്റായിട്ട്. പിന്നെ എങ്ങനെയാണ് നമ്മൾ വെക്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുക, അതിനെ ഇല്ലാണ്ടാക്കാൻ. അതുപോലെ മോസ്കിറ്റോനെ പറ്റി ചോദിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. മോസ്കിറ്റോ, അതായത് കൊതുകടി ഇല്ലാണ്ടിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് നെറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാഗ്നൻ്റ് വാട്ടർ കെട്ടിക്കിടക്കുന്നത് ഇല്ലാണ്ടാക്കാം. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റാണ് പറഞ്ഞത്. ചോദിക്കുമ്പോൾ ഏതെങ്കിലും 2 പോയിൻ്റ് എഴുതാനൊക്കെയാണ് മാക്സിമം ചോദിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ മോസ്കിറ്റോ അതേ സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. കീപ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ് ആകുമ്പോൾ ഡോർസും വിൻഡോസും ക്ലോസ് ചെയ്യുക. അതുപോലെ ഓരോ ഡിസീസും അതുപോലെ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു പോയിന്റ് കേട്ടോ. ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു കണ്ടില്ല, ചിലപ്പോൾ ഈ പ്രാവശ്യം ആ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാം. ഓക്കെ, പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്ലാന്റ്സിൽ എന്താണെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. സോ നമ്മൾ എനിമൽസിൻ്റെ കൂടി പഠിച്ചിട്ട് പോവുക. ഇപ്രാവശ്യം എനിമൽസ് ആയിരിക്കാം ചോദിക്കുക, പക്ഷേ അറിയണം. പക്ഷേ നമുക്ക് പ്ലാന്റ്സിൻ്റെയും കൂടിയും അറിയണം കേട്ടോ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇങ്ങനെ തന്നത്, ഹ്യൂമൻസിൻ്റെ എക്സാമ്പിൾ തന്നു. അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ ഏതൊക്കെയാണെന്ന് അപ്പോൾ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ബ്രൗൺ ലീഫ്, അതേപോലെ മൊസൈക്ക് ഡിസീസ്, ബഡ് റോട്ട് ഒക്കെ നമുക്ക് പറയാം. പിന്നെ ഹൈജീൻ ഹാബിറ്റ്സ് നമ്മൾ പഠിക്കുക. എന്ത് ചെയ്യുക, രാവിലെ എണീറ്റ് 2 ടൈംസ് ബ്രഷ് ചെയ്യുക, ഏതെങ്കിലും സമയത്ത് നല്ല രീതിക്ക് കൈ വാഷ് ചെയ്യുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പോയിന്റ്സ് പറഞ്ഞതാണ്. പിന്നെ ഇമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. അതായത് ഒരു പനിയുള്ള കുട്ടിയുടെ അടുത്ത് 2 കുട്ടികൾ വരികയാണ്. നല്ലപോലെ പനിയുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അതിൽ ഒരു കുട്ടിക്ക് പനി പകർന്നു, മറ്റേ കുട്ടിക്ക് പകർന്നില്ല. റീസൺ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മറ്റേ കുട്ടിക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്, അല്ലെങ്കിൽ ആ കുട്ടി ഈ അസുഖത്തിനെതിരായിട്ടുള്ള വാക്സിൻ എടുത്തിട്ടുണ്ടാവുന്നതാണ് നമുക്ക് ആൻസറായിട്ട് പറയേണ്ടത് കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, വാക്സിനേഷൻ ഓരോ വാക്സിനും ഏതൊരു അസുഖത്തിനാണ് എടുക്കണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 10 വയസ്സിലെടുക്കുന്ന വാക്സിൻ്റെ പേര് എഴുതാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്തു നിന്നൊക്കെ സെയിം ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഓണം എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ വാക്സിനും ഏത് അസുഖത്തിനാണെന്നും അതേപോലെ ഓരോ വയസ്സിലെടുക്കുന്ന വാക്സിൻ്റെ പേരും നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വാട്ടർ ആൻഡ് ലൈഫിൽ നിന്നുള്ള ഒരു പാടാണ്. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് സോഴ്സസ് ഓഫ് വാട്ടർ എന്ന് പഠിച്ചിരിക്കണം. വാട്ടറിൻ്റെ സോഴ്സസ് ഏതാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് പ്ലാന്റ്സിലെ വാട്ടറിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള ഒരു ഭാഗം പഠിക്കണം. പിന്നെ വാട്ടറിൽ കൂടുതലായിട്ടും ചോദ്യങ്ങൾ അങ്ങനെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ ചോദ്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നന്നായിട്ട് നോക്കുക. നമ്മൾ ഈ എക്സ്പെരിമെൻറ്റൊക്കെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയുന്നില്ല. കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് കുറവ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ സോഡ വാട്ടർ ഈസ് മെയ്ഡ് ബൈ ഡിസോൾവിങ്, എങ്ങനെയാണ് സോഡ വാട്ടർ ഉണ്ടാക്കണമെന്ന് ചോദിക്കുക. വാട്ട് വാസ് ഡിസോൾവ് വെൻ ദ ലൈം ജ്യൂസ് പ്രിപ്പയർ ആകുമ്പോൾ എന്താണ് ഡിസോൾവ് ആവുന്നതെന്ന് പഠിക്കുക. അതേപോലെ ഓരോ സൊല്യൂഷനും അതിൻ്റെ സൊല്യൂട്ടും സോൾവൻറ്റും ഏതാണെന്ന് പഠിക്കുക. പിന്നെ ഇപ്പോൾ സോൾവൻറ്റ് വാട്ടറാണ്, കെറോസിൻ, കോക്കനട്ട് ഓയിൽ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഷുഗർ. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഫില്ല് ചെയ്യാൻ പഠിക്കുക. ആ എക്സ്പെരിമെൻറ്റൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തതാണ്.
പല ഫോംസിൽ വാട്ടർ അവൈലബിൾ ആണ് അല്ലേ, ഐസ് ഫോംസിൽ. ഇപ്പോൾ ആദ്യം നമ്മൾ ഐസ് ആയിട്ട് പിന്നെ അത് കുളയുമ്പോൾ വാട്ടർ ആവും, പിന്നെ അത് ഹീറ്റ് ചെയ്യുമ്പോൾ വേപ്പറായിട്ട് മേലേക്ക് പോവും. അതൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഞാൻ അധികം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണും, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം, നിങ്ങൾക്ക് മനസ്സിലാവും. അധികം ക്വസ്റ്റ്യൻസ് 3rd ചാപ്റ്ററിന് ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ ഇല്ലാണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള പോയിൻറ്റ്സൊക്കെ നല്ലപോലെ ഇൻക്ലൂഡ് ചെയ്യുക. അതേപോലെ ഈ ഫ്ലോ ചാർട്ട് ഒന്ന് പഠിച്ചിട്ട് പോവുക. വാട്ടർ കൂൾ ചെയ്യുമ്പോൾ ഐസായിരിക്കും, ഹീറ്റ് ചെയ്യുമ്പോൾ വേപ്പറായിരിക്കും. ഐസ് എന്നുള്ളത് സോളിഡ് സ്റ്റേറ്റ് ആണ്, വാട്ടർ എന്നുള്ളത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, വേപ്പർ എന്നുള്ളത് ഗ്യാസ് സ്റ്റേറ്റ് ആണ്. അതേപോലെ വാട്ടറിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്, യൂസസ് എന്താണ്, പ്രോപ്പർട്ടീസ് എന്താണ്, സ്റ്റേറ്റ്സ് എന്താണ്, പൊല്യൂഷൻ എന്താണ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ്. പിന്നെ അതുപോലെ ഓരോ എന്താ പറയുക വാട്ടറും അതിലുണ്ടാകുന്ന പ്രത്യേകതകൾ, ഇപ്പോൾ റിവർ വാട്ടർ, പോണ്ട് വാട്ടർ, വെൽ വാട്ടർ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്താണ് ചാപ്റ്റർ എടുത്തപ്പോൾ. അപ്പോൾ കൂടുതലായിട്ടും 3rd ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, പക്ഷേ സിലബസിൽ പറയുന്നതുകൊണ്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതാം കേട്ടോ. താങ്ക് യു.